ജോൺസേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സാമ്പിൾ ഇങ്ങനെ എന്നും ഇങ്ങനെ വെച്ച് നോക്കണ്ടല്ലോ. അത് ഞായറാഴ്ചകൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെക്കായിരുന്നു. ഇത് ഏഴ് ദിവസങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ അത് വെക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് സംഭവം എന്ന് പറയുന്നത് നമ്മളെ ജെ ബ്രാൻഡ് അരിയാണ്. ഇത് ഒട്ടിപ്പിടിക്കില്ലേ, കുഴയില്ലേ, വെന്തോടയില്ലേ എന്നുള്ളതാണ് നമ്മുടെ പരസ്യം. കാരണം ഏത് വെക്കാൻ അറിയാത്ത ആൾക്കും വെക്കാൻ പറ്റുക. നമ്മൾ ബിരിയാണി വെക്കാൻ അറിയാത്ത ആളുകളാണ് വീടുകളിൽ. അപ്പോൾ അവർക്ക് ഇത് വെച്ച് കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ മറ്റുള്ള അരികളെന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക, കുഴയ, വെന്തുടയുക ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പുതിയ നമുക്ക് ലോഡ് വരില്ല. അപ്പോൾ 3 മാസം ആകുമ്പോൾ ക്രോപ്പ് മാറി വരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അരി പുതിയ അരിയൊക്കെ ഉണ്ടാവാണ്, കുഴച്ചിൽ വരാം, ഒട്ടിപ്പിടിക്കാം, വെന്തുടയാം, ചിലപ്പോൾ ഉപ്മാവ് പോലെ വരാമെന്ന്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ അരി നമ്മൾ വെച്ച് നോക്കണം. വെച്ച് നോക്കി എനിക്കൊരു ഉറപ്പ് വേണം. ഞാൻ നമ്മുടെ കടയിൽ ഒരാൾ വരുമ്പോൾ അവരുടെ അടുത്ത് ഇത് കൊണ്ടുപോക്കോ, ഉറപ്പാണ്, നമ്മുടെ ബ്രാൻഡാണ് എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞ വാക്ക് സത്യമായിട്ട് വാങ്ങും. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഉറപ്പ് വരണം, മനസ്സിലായില്ലേ? ആ ഉറപ്പില്ലാണ്ട് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുപോക്കോ നല്ല അരിയാണെന്ന് പറയുന്നുണ്ടാവും. അവരത് കൊണ്ടുപോയിട്ട് കുഴഞ്ഞു, ഒട്ടിപ്പിടിച്ചു, ഉപ്മാവ് പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്കപ്പോൾ ഒരു ആശയക്കുഴപ്പമായി, എന്താ അങ്ങനെ വന്നേന്ന്. അപ്പോൾ അവരങ്ങനെ ഇതിന് കുറ്റം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവണം. ഇത് ഒട്ടിപ്പിടിക്കില്ല, കുഴയില്ല, വെന്തുടയില്ല, എങ്ങനെ വെച്ചാൽ ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടാൻ വേണ്ടിയത് പറയുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇതിൽ നമ്മൾ ഡാൽഡ, നെയ്യ്, മസാലകൾ എല്ലാ സാധനവും ടേസ്റ്റ് ആയിട്ടൊക്കെ വെച്ചിട്ട് നോക്കാന്ന് പറയും. നമ്മൾ ഞായറാഴ്ചയിൽ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതുവരെ നമുക്ക് വിൽക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തന്നെത്താനെ ഈ സാധനം നമ്മൾ തിന്നു നോക്കുന്നു. അപ്പോൾ കറിയില്ലാണ്ട് നമുക്ക് തിന്നാൻ പറ്റുന്നു, മനസ്സിലായി? സോഫ്റ്റായിട്ട് മുല്ലമുട്ട് പോലെ കാണണ്ട, വിടർന്ന് കാണണ്ട. അതിൻ്റെ പ്രത്യേകത. മറ്റുള്ള അരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി പിടിക്കുന്നു. ഇതിങ്ങനെ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കാം, ബിരിയാണിക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്കൊരു തുണ്ട് ഗ്രേവി ഒഴിക്കാം, വേറെ ഒന്നും ഇല്ലാത്തതിന് പകരം. ഇത് ഒഴിക്കുന്നത് വെച്ചാൽ നിന്റെ മീൻകറി സൂപ്പറായതുകൊണ്ട് ആ ടേസ്റ്റിൽ ഒന്ന് ഒഴിച്ചു വരുമ്പോൾ എങ്ങനെയെന്ന് കാണാനാണ്. ഇത് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്ന് കാണാം, വിടർന്ന് കിടക്കാന്ന് ഇങ്ങനെ പൂക്കളം പോലെ ആയിട്ട് കിട്ടുള്ള പോലെ, മനസ്സിലായില്ലേ? അപ്പം ഇത് നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി, ബീഫ് കറി, മറ്റുള്ള ഏത് കറിയേക്കാളും ഈ ബിരിയാണി ചോറ് കഴിക്കാൻ ഏറ്റവും നല്ലത് ഫിഷ് കറിയാണ്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. നമ്മളത് അറിയുന്നതുകൊണ്ട് ഫിഷ് കറി കൂട്ടി കഴിക്കുന്നത് മാത്രം. പിന്നെ ഫിഷ് കറിയും ബിരിയാണി ചോറാണ് ഏറ്റവും നല്ല ഇത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെപ്പിക്കുന്നതിൻ്റെ കാരണതാണ്. അപ്പോൾ നീ ഇതിൽ വിഷമം വിചാരിക്കരുത്. അപ്പോൾ നീ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഓക്കെ, ശരി.